എന്ത് പടാണ് ദുരന്തം. ഒരു ഐറ്റം ഡാൻസ് ഉണ്ടോ, ഒരു പ്ലക്ക് സീൻ ഉണ്ടോ? ആ പാവം പാകിസ്ഥാൻ എന്തൊക്കെയാ പറയണേ. ഇങ്ങനെ പല പരിപാടികൾ ദുരന്തം റിലീസായപ്പോ തൊട്ട് കുറേ വരുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോന്റെ മെയിൻ പരിപാടി എന്താന്ന് വെച്ചാൽ ഈ ക്രിറ്റിസിസങ്ങളൊക്കെ എടുക്കും, എന്നിട്ട് ഇതിൽ വല്ല കഴമ്പുണ്ടോ, ഈ പറയണ പോലെ ഇത് പ്രൊപ്പഗാൻഡ പടമാണോ, ദുരന്തറിൽ നമ്മൾ അറിയാത്ത കുറെ ഡീറ്റെയിൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ രണ്ടാമത് കണ്ടപ്പോൾ എനിക്ക് കുറേ മനസ്സിലായി അതെന്താണ്. പിന്നെ ദുരന്തർ 2ന്റെ കഥ എന്തായിരിക്കും എന്നൊരു പ്രഡിക്ഷൻ കൂടെ നമ്മൾ നടത്തുന്നുണ്ട്. പോരാത്തതിന് റിയൽ ആൻഡ് റിയൽ ക്യാരക്ടർ, ഈ നമ്മൾ കണ്ടേക്കണ ക്യാരക്ടേഴ്സ് ഒക്കെ റിയലാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. നമുക്ക് ആ പടത്തിലുള്ള പോലെ തന്നെ ചാപ്റ്റർ ആയിട്ട് തുടങ്ങാം. ഓക്കെ, ആദ്യമായിട്ട് തന്നെ ദുരന്തറിൽ റിലീസായപ്പോൾ ഒരുപാട് കുറേ റിവ്യൂസ് കൊടുത്തിട്ടുണ്ട്. പലതും നെഗറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഫസ്റ്റ് ആഴ്ച പടം ശരിക്കും വീണു. പിന്നെ ആ ഒരു തിയേറ്റർ ക്ലബ്ബ് കയറി വൈറലായി, അങ്ങനെ ആൾക്കാർ കയറി കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഈ ഒരു സംഭവം ഹിറ്റായത്. അപ്പോൾ ഈ വന്ന ക്രിറ്റിസിസങ്ങൾ എന്താണെന്ന് നമുക്ക് ചുമ്മാ ഒന്ന് എടുത്തു നോക്കാം. ഏറ്റവും ആദ്യം ആൻറ്റി മുസ്ലിം, പിന്നെ ആൻറ്റി പാകിസ്ഥാൻ, പ്രൊപ്പഗാൻഡ, ഇങ്ങനെയൊക്കെയാണ് ക്രിറ്റിസിസംസ് വന്നത്. ആദ്യം ആൻറ്റി മുസ്ലിം. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഒരു രീതിയിലും ഒരു പാർട്ടീനെയോ ഒരു ഐഡിയോളജിനെയോ ഒന്നിനെയും ഞാൻ എതിർക്കുന്നില്ല. ദിസ് ഈസ് എ പ്യുവർ കേസ് സ്റ്റഡി. ഏറ്റവും ആദ്യത്തെ ക്രിറ്റിസിസം ആൻറ്റി മുസ്ലിമാണ്. ആൻറ്റി മുസ്ലിമാണെന്ന് പറഞ്ഞവരുടെ ആ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ, ഇതിലൊരു പർട്ടിക്കുലർ സീനുണ്ട്, 26/11 എന്ന് പറയുന്ന ഒരു സീൻ, നമ്മുടെ താജ് ഹോട്ടൽ ആക്രമണം കാണിക്കുന്ന ഒരു സീനിൽ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ബോലു തക്ബീർ അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്നതാണ് അവരുടെ ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതലുള്ളതും ISIയും പിന്നെ ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസും ഒക്കെ ഇവരെല്ലാവരും റാഡിക്കൽ മുസ്ലിംസ് ആണ്, എക്സ്ട്രീമിസ്റ്റുകളാണ്. ഇവര് വിളിക്കുന്നത് ഇത് തന്നെയാണ്. അത് കാരണം ഒരു ഹോൾ റിലീജൻ അങ്ങനെ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സീൻ വെച്ചുകൊണ്ടും ഒരു ഹോൾ റിലീജൻ അങ്ങനെ ആവുന്നില്ല. ഈവൻ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് മുസ്ലിംസ് ഇതിന് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. കാരണം അവിടെ നാച്ചുറലി ആലോചിക്കുമ്പോൾ ഇത് വളരെ നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഒരു സീനാണ്. ഒരു രീതിയിലും ഇത് ഫോഴ്സ്ഡ് ആയിട്ട് വരുന്നൊരു സംഭവമല്ല. അത് വളരെ ലോജിക്കലി ആൻഡ് ഗ്രാജുവലി വരുന്നൊരു സീനാണ്. ഇനി രണ്ടാമത്തെ ക്രിറ്റിസിസം ആൻറ്റി പാകിസ്ഥാൻ. എൻ്റെ ഗതികേടൊന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യയിലിരുന്നിട്ട് ആൻറ്റി പാകിസ്ഥാൻ എന്നൊരാൾ പറയണമെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഗതികേടൊന്ന് ആലോചിക്കാം. 1947 തൊട്ട് നമ്മുടെയൊക്കെ അപ്പൂപ്പന്മാർ ഇരുന്ന കാലം തൊട്ട് നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൺട്രി തന്നെയാണ് പാകിസ്ഥാൻ. നമ്മളുടെ ശത്രുരാജ്യം തന്നെയാണ് പാകിസ്ഥാൻ. അതിലേക്ക് നമുക്ക് ഇനി ഓവറായിട്ട് നമ്മുടെ ബ്രദർഹുഡ് നമ്മുടെ കോരി ഒഴിക്കേണ്ട ആവശ്യമില്ല. YRF ഒക്കെ കാണിക്കുന്ന പോലെ ഇനിയും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഓഫ് കോഴ്സ് ലവ്, ബ്രദർഹുഡ് എല്ലാം നല്ലൊരു കാര്യമാണ്, പക്ഷെ അത് നല്ല ആൾക്കാരോടായിരിക്കണം. ഓക്കെ, അല്ലാതെ നമ്മുടെ YRF കാണിക്കുന്ന പോലെ ഭയങ്കര നല്ല കുട്ടികളായിട്ട് ഇവരെ കാണിക്കേണ്ട ആവശ്യമില്ല. ഇനി കുറച്ചുകൂടി റിയാലിറ്റിയും കാണിക്കാമെന്നാണ് എനിക്ക് ഈ പടം കണ്ടപ്പോൾ തോന്നിയത്. എത്ര നാളെന്ന് പറഞ്ഞാൽ പത്താൻ, ടൈഗർ, അവരുടെ ആ ഒരു ബായിക ലോകത്ത് ISI ഒക്കെ നല്ല ആൾക്കാർ, പാകിസ്ഥാനൊക്കെ നല്ല ആൾക്കാർ, ഇടയിലുള്ള ഏതോ കുറച്ച് ആൾക്കാർ, അത് ഇന്ത്യക്കാർ തന്നെ വില്ലന്മാർ, അങ്ങനെയൊക്കെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ അവരെ കുറ്റം പറയല്ല. YRF യൂണിവേഴ്സ്, സ്പൈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് തന്നെ ഓൺലി എല്ലാം ഇൻസ്പയർഡ് ഫ്രം ജെയിംസ് ബോണ്ടാണ്. നമുക്കറിയാം, ജെയിംസ് ബോണ്ടാണ് ഭയങ്കര സ്റ്റൈലൈസ്ഡ് ചെയ്ത് സ്പൈ, അങ്ങനെ ഒരു എസ്പിനോച്ച് എന്ന് പറയുന്ന ആ ഒരു ജോണർ ഇത്ര ആക്കിയത്. അതിൽ കുറ്റമൊന്നും പറയാനില്ല. പക്ഷേ ദേ ആർ പ്രൊഡ്യൂസിങ് ഷിറ്റ് ഫിലിംസ് നാ. അത് രണ്ട് പടവും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, രണ്ടും നമുക്ക് വേണം. റിയാലിറ്റി കാണിച്ചോട്ടെ, ദുരന്തർ പോലത്തെ സിനിമകൾ വന്നോട്ടെ, YRF പോലത്തെ പടങ്ങൾ കണ്ടോട്ടെ, നല്ല പടങ്ങളായാൽ മതി. പിന്നെ ആൻറ്റി പാകിസ്ഥാൻ, ഞാൻ ഈ വീഡിയോ എഴുതിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ബോണ്ടി ബീച്ച് ഇൻസിഡൻറ്റ് വന്നത്. അതായത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, ന്യൂസിലൻഡിലാണോ ഓസ്ട്രേലിയയിലാണോ എന്നറിയില്ല, ഒരു പാകിസ്ഥാൻകാരൻ ഒരു ബീച്ചിലേക്ക് വന്നിട്ട് അവിടെ ജൂതന്മാരുടെ എന്തോ ഒരു സംഭവം നടക്കുകയായിരുന്നു, ഒരു ഫെസ്റ്റിവൽ പോലെ. കുറേ പേരെ വീഡിയോ വെച്ച് 11 പേരാണ് എൻ്റെ ഒരു ഓർമ്മയിൽ മരിച്ചു പോയത്. പുള്ളിയും പാകിസ്ഥാൻകാരനാണ്. സോ ഇത്രയും ഇൻസിഡൻറ്റ് ഈ റീസെൻ്റ്ലി വരെ നടന്നിട്ടും എങ്ങനെയാണിത് ആൻറ്റി മുസ്ലിം, ആൻറ്റി പാകിസ്ഥാനാണ്? ഇനി പ്രൊപ്പഗാൻഡയാണോ അല്ലയോ എന്ന് നോക്കണം. ഈ പടം 2001 പാർലമെൻറ്റ് അറ്റാക്ക്, 26/11 നമ്മുടെ താജ് ഹോട്ടൽ അറ്റാക്ക്, പിന്നെ കാണ്ടഹാർ ഹൈജാക്ക്, ഈ 3 സംഭവങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ കാണിക്കുന്നത്. ഇതിൽ ഒരുപാട് പേർക്ക് ജീവനും പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പാർലമെൻറ്റ് അറ്റാക്കിൽ ഒരു പുള്ളിക്കാരിക്ക് വെടിയേൽക്കുന്ന പോലത്തെ ഒരു സീനുണ്ട്. കമലേഷ് കുമാരി എന്ന് പറയുന്നൊരു പുള്ളിക്കാരിയാണ് ആ ഒരു ഇൻസിഡൻറ്റിൽ റിയലായിട്ട് മരിച്ചു പോയത്. പുള്ളിക്കാരി ആ ടൈമിൽ പ്രഗ്നൻറ്റുമായിരുന്നു. 11 ബുള്ളറ്റ് എത്ര കണ്ടാണ് പുള്ളിക്കാരിയുടെ മേത്ത് നിന്ന് റിക്കവർ ചെയ്തത്. സോ ആ പുള്ളിക്കാരി പക്ഷേ ആ ടൈമിൽ ഇടപെട്ടുകൊണ്ടാണ് അവിടെ അധികം കാഷ്വാലിറ്റീസ് ഉണ്ടാവാതിരുന്നത്. ഇല്ലെങ്കിൽ അവർ ആ ഹോൾ പ്ലേസ് ബ്ലോ അപ്പ് ചെയ്തേനെ. അവരുടെ ആ ഒരു പ്ലാൻ അതേപടി നടന്നേനെ, ആ ടെററിസ്റ്റുകളുടെ. സോ ഇതുപോലത്തെ കാര്യങ്ങൾ കാണിക്കുന്നതാണോ നിങ്ങൾ പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത്? അതും പോട്ടെ.
ഈ ഒരു പടം നിങ്ങൾക്ക് മനസ്സിലാവും അജിത് ഡോവലിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ട് നമ്മുടെ മാധവൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നടക്കുന്നത്. ആ ഒരു ക്യാരക്ടറിന്, അതായത് റിയൽ ലൈഫിൽ അജിത് ഡോവലിന് ഏറ്റവും കൂടുതൽ പവറിലിരുന്നത് മോദി സർക്കാരിൻ്റെ ടൈമിലാണ്. ഈവൻ ഞാനൊരു മോദി സർക്കാരിൻ്റെ ആ ഒരു ഐഡിയോളജീനും അതിനൊന്നും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ല, ബട്ട് റിയാലിറ്റി നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ. മോദി സർക്കാർ വന്നതിന് ശേഷമാണ് നമ്മുടെ ഡിഫൻസ് ആ ഒരു അത്രയും സ്ട്രോങ് ആയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ലോകത്ത് 3 മിലിറ്ററി സ്ട്രാറ്റജീസ് ആണുള്ളത്: ഡിഫെൻസീവ്, ഒഫെൻസീവ്, ഡിഫെൻസീവ്. നമ്മൾ ഇത്രയും നാൾ ഡിഫെൻസീവ് ആയിരുന്നു നമ്മളുടെ ഒരു മിലിറ്ററി ടാക്ടിക്ക്. പോലെ തന്നെ ഈ മോദി സർക്കാർ ടൈമിലാണ് നമ്മുടെ ഈ അജിത് ഡോവൽ, നമ്മുടെ ഈ മാധവൻ്റെ ക്യാരക്ടറിന് ഏറ്റവും കൂടുതൽ പവർ കിട്ടുന്നത്. പുള്ളി ആ ഒരു ടൈമിലാണ് 2014-15 ആ ഒരു ടൈമിലാണ് നമ്മൾ മോദി സർക്കാർ കയറി വന്ന ആ ടൈമിലാണ് ഈ മിലിറ്ററി സ്ട്രാറ്റജി മാറ്റുന്നത്. ഡിഫെൻസീവ് ആയിരുന്നു, അന്നേ വരെ ഡിഫെൻസീവ് ആയിരുന്നു, നമ്മൾ ഡിഫെൻസീവ് ഒഫെൻസീവ് ആക്കി. ഈ പടം കഴിയുമ്പോൾ തന്നെ പറയുന്നത് ഈ നയാ ഹിന്ദുസ്ഥാൻ ഹെ, നമ്മളുടെ ആ ഒരു കുറേ സീൻസൊക്കെ പറയുന്നുണ്ട് മാധവൻ മറ്റേ ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ കൂട്ടി വെക്കുന്നുണ്ട്. കാരണം എന്തിനാ, ഏതെങ്കിലും ടൈം വരുമ്പോൾ നമുക്കിത് എടുക്കാൻ പറ്റും. കാരണം ആ ടൈമിലായിരുന്നു, മോദി സർക്കാരിൻ്റെ ടൈമിലാണ് പുള്ളിക്കാരന് ഏറ്റവും കൂടുതൽ പവർ കിട്ടിയതും ആൻഡ് ഇതുപോലെ നമ്മുടെ മിലിറ്ററി സ്ട്രാറ്റജി മാറ്റിയതും. നമ്മുടെ ഉറി ദ സർജിക്കൽ അറ്റാക്ക് നടന്നതും, നമ്മുടെ പഹൽഗാമിലെ ഈ അടുത്തൊരു കാശ്മീരിൽ ആ പ്രശ്നം ഉണ്ടായപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ് തിരിച്ചടിച്ചതും. ഈവൻ നമ്മളുടെ ഇപ്പോൾ ടെററിസ്റ്റുകൾ ഇപ്പോൾ അത്രയും വലിയ ടെറർ അറ്റാക്കുകളോ കാര്യങ്ങളൊന്നും നടക്കാത്തതും ഇവരുള്ളത് കൊണ്ട് തന്നെയാണ്. ഇൻ്റലിജൻസ് അത്രയും കാര്യക്ഷമമായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു രീതിയിലും ഒരു പൊപ്പകേണ്ട പടമായിട്ട് ഇതിനെ നമുക്ക് കാണാനേ പറ്റില്ല. കാരണം റിയാലിറ്റിയോട് അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണിത്. റിയാലിറ്റി ഇതാണ്. സോ ഇത് പൊപ്പകേണ്ട എന്ന് പറയുകയാണെങ്കിൽ ആ പറയണവനെ നമുക്കൊന്നും സൂക്ഷിക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ ദുരന്തറിൻ്റെ ഒരു അപ്രീസിയേഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ചാപ്റ്ററിനെ. സംഭവം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഏറ്റവും ആദ്യം തന്നെ നമുക്ക് തുടങ്ങാം റൊമാൻറ്റിക് ട്രാക്ക്. അത്രയും വലിയൊരു ഏജ് ഗ്യാപ്പ് പുള്ളിക്കാരിക്ക്. ലിറ്ററലി ഈ പടം നമ്മുടെ സാറാ അർജുൻ ഷൂട്ട് ചെയ്തപ്പോൾ 19 വയസ്സെങ്ങാണ്ടായിരുന്നു. രൺവീർ സിംഗിന് 40 സംതിങ് ഉണ്ട്, 40 വയസ്സെങ്ങാണ്ടുണ്ട്. ഈ ഒരു പടം കണ്ട ആരും പക്ഷെ ആ ഒരു റൊമാൻറ്റിക്കിനെ കുറ്റം പറയില്ല, ആ ഒരു റൊമാൻറ്റിക് ട്രാക്കിനെ. പടത്തിലെ ഹീറോയിൻ്റെ അച്ഛൻ തന്നെ രൺവീർ സിംഗിൻ്റെ ക്യാരക്ടറിനോട്, ഹംസേനോട് ചോദിക്കുന്നുണ്ട്, 10-30 വയസ്സായില്ലേ, ഈ 10-20 വയസ്സുള്ള ഈ കൊച്ചിനെ കല്യാണം കഴിക്കാൻ എനിക്ക് നാണമില്ലേ എന്ന്. ആൻഡ് ദ അയോണീസ് പുള്ളിക്കാരനും സെയിം തന്നെ, ഈ പറയുന്ന ക്യാരക്ടറും അതേ പരിപാടി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പടം കണ്ട മിക്കവർക്കും മനസ്സിലാവും ഇത് രൺവീർ സിംഗിൻ്റെ ക്യാരക്ടർ ഹംസ അലി മസാരി എന്ന് പറയുന്ന പുള്ളിക്കാരൻ ആ ഒരു പവർ പ്ലേയുടെ ഭാഗമായിട്ട് ചെയ്തതാണ്. പുള്ളിക്കാരൻ ഒരു വലിയൊരു പവർ വേണം, അതിന് പവർഫുൾ ആയിട്ടുള്ള ഒരാളുടെ റിലേഷൻ വേണം, അതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടികളും കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്യുന്നത്. പിന്നെ രൺവീർ സിംഗിൻ്റെ ആ ഒരു പെർഫോമൻസ്, പ്രത്യേകിച്ച് ആ താജ് ഹോട്ടൽ അറ്റാക്ക് അടക്കുമ്പോൾ ആ ഉള്ളൊരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ശരിക്കും കിഡിലെന്ന് വെച്ചാൽ കിഡിലിനായിരുന്നു. പുള്ളി റിയൽ ലൈഫിൽ ചുമ്മാ ചാടി തുള്ളി കളിച്ച് തല കുത്തി അങ്ങനത്തെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ ഇതിൽ ഭയങ്കര കൺട്രോളായിട്ട് പുള്ളി അധികം ഡയലോഗ്സ് പോലും സംസാരിക്കുന്നില്ല. അത്രയും കണ്ണുകൊണ്ടും വളരെ ലിമിറ്റഡ് ഡയലോഗ്സൊക്കെ വെച്ചിട്ടാണ് പുള്ളി ആ ഒരു ഹംസ അലി മസാരി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ നമുക്ക് കൺവിൻസ് ചെയ്യിപ്പിക്കുന്നത്. ആൻഡ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമായിട്ടുള്ള ഒരു സീൻ, ആൻഡ് ഞെട്ടിപ്പോയൊരു സീനായിരുന്നു ആ ഒരു താജ് ഹോട്ടൽ അറ്റാക്ക് നടക്കുമ്പോൾ അവർ ആ ഒരു ലൈവായിട്ട് ആ TV മൊത്തം കണ്ടിട്ട് കമാൻഡോസ് ആ വഴി വരുന്നുണ്ട് ഈ വഴി വരുന്നുണ്ടെന്നും പറഞ്ഞ് ടെററിസ്റ്റുകൾക്ക് ഫോൺ ചെയ്ത് പറയുകയാണ്. എന്നിട്ട് അതിനനുസരിച്ചാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അതൊക്കെ ഞാൻ ഞെട്ടിപ്പോയൊരു സംഭവമാണ്. അതുപോലെ തന്നെ നമ്മുടെ മാധ്യമങ്ങൾ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ്. അതെങ്ങനെ ഇതുപോലത്തെ ആൾക്കാർക്ക് ഉപയോഗപ്പെടുന്നു എന്നും കൂടി കാണിക്കുന്നുണ്ട്. ആൻഡ് ആ റെഡ് സ്ക്രീൻ വന്നപ്പോൾ സത്യം പറഞ്ഞ ഞാൻ അത്രയും നേരം തലയൊക്കെ ഊരുളുന്നുണ്ട്. ഭയങ്കര കൈയും കാലും വെട്ടി ചോര തെറിച്ച് ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത്രയും ഗ്രൂസമായിട്ടുള്ള വയലൻസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് ഒരു കോപ്പ് തോന്നിയിട്ടില്ല. ഞാൻ ഇങ്ങനെ സന്തോഷിച്ചിങ്ങനെ ഇരുന്ന് കാണുമായിരുന്നു. പക്ഷേ ആ സ്ക്രീൻ റെഡായപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ഇമോഷൻ എന്താണെന്ന് എനിക്കിപ്പോഴും പറയാൻ പറ്റുന്നില്ല. ഒരുമാതിരി നമ്മൾ സ്തംഭിച്ചു പോകാന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു അന്നത്തെ ആൾക്കാരുടെ കാര്യങ്ങളും അവരെങ്ങനെയായിരിക്കും അത് സർവൈവ് ചെയ്തതെന്നും അവരുടെ ആ ലാസ്റ്റ് മൊമെൻറ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ ആലോചിച്ച് എനിക്ക് തന്നെ എന്തോ പോലെ ആയിപ്പോയി. ഇതൊക്കെ കണ്ടിട്ടാണ് ആൾക്കാർ പ്രൊപ്പഗാൻഡ അമ്മ പറയും. ആൻഡ് നമുക്ക് അർജുൻ രാംപാലിനെയും അങ്ങനെ എല്ലാ ആൾക്കാരെയും, നമ്മുടെ അക്ഷയ് ഖന്നേനെ എല്ലാവരെയും എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മടുക്കൂല. അത്രയും നല്ല കാസ്റ്റിങ്സുമാണ്, അത്രയും നല്ല ഒരുപാട് ആൾക്കാരും, എല്ലാവരും നല്ല ആക്ടേഴ്സാണ്, എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്.
പടം ശരിക്കും തുടങ്ങിയപ്പോൾ തന്നെ പാകിസ്ഥാനാണെന്ന് ഞാൻ വിചാരിച്ചത്. അത് ശരിക്കും സെറ്റ് ഇട്ടതായിരുന്നു. ശരിക്കും പാകിസ്ഥാനിൽ പോയി ഷൂട്ട് ചെയ്ത പോലുണ്ട് ആ പടം. പോരത്തേന് 3-3.5 മണിക്കൂറുണ്ട്. അനിമലിന് ശേഷം ഞാൻ ഒട്ടും ലാഗില്ലാണ്ട് കണ്ടൊരു പടം. എനിക്ക് ഇപ്പോൾ ടൈം പോകുന്നത് അറിയില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ ആ ഒരു ക്യാരക്ടേഴ്സിനെ പറ്റി ആലോചിച്ച് അങ്ങനെ അങ്ങൊരു രസമായിട്ടിരിക്കുകയായിരുന്നു ആ പടം. ഈ പടം വേറെ ലെവലാണ്. ഇപ്പോൾ 1000 കോടി അടിച്ചു എന്ന് കിട്ടും. ശരിക്കും ഡിസേർവിങ്, 100% ഡിസേർവിങ്. പുഷ്പയൊന്നല്ല, ഇതാണ് 1000 കോടി അടിക്കേണ്ടിയിരുന്നത്. സെക്കൻഡ് പാർട്ട് എന്തായിരിക്കും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോവാന്ന്. നമ്മൾ കുറച്ച് നാൾ മുമ്പ് 4 മാസം മുമ്പ് ദുരന്തർ റിലീസാവുന്നതിനേക്കാളും 4 മാസം മുമ്പ് നമ്മൾ ഇതിൻ്റെ ഒരു പ്രഡിക്ഷൻ പോലെ, പക്ഷേ റിയൽ സ്റ്റോറി ആയത് ഇന്ത്യയിൽ നിന്നാണ് ഇൻസ്പയർ ചെയ്തിട്ടുള്ളതെന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ആ ഒരു ബേസിക് പ്ലോട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ കുറേ നന്നായിട്ട് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നല്ല കിഡിലും കുറേ പ്ലോട്ട്സും കുറേ ക്യാരക്ടേഴ്സൊക്കെ വെച്ചിട്ട് നല്ല രീതിക്കാണ് പടം വന്നിട്ടുള്ളത്. ബട്ട് ആ ബേസിക് പ്ലോട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെയായിരുന്നു. അങ്ങനെ ലാസ്റ്റ് റഹ്മാൻ ഡക്കീറ്റിനെ കൊന്ന് കളയുന്ന അടുത്താണ് നമ്മുടെ പടം എൻഡ് ആവുന്നത്. പിന്നെ അടുത്ത പടത്തിൻ്റെ ആ ഒരു ടീസർ പോലത്തെ ഒക്കെ കാണിക്കുന്നുണ്ട്. അത് നമുക്ക് പറഞ്ഞു വരാം. ഇനി പുള്ളിക്ക് എന്തായാലും കിങ് ഓഫ് ലിയാറി പുള്ളിക്ക് വേണം. പിന്നെ ബലൂച്ചുകളുടെ ഒരു രാജാവ് പോലെ ആവണം. ആ ഒരു കറാച്ചി മൊത്തം പുള്ളിക്ക് വേണം. അണ്ടർവേൾഡിൻ്റെ ഒരു കിങ് ആവണം. എന്നിട്ട് അത് ആംബുഷ് ചെയ്യണം. അതാണ് പുള്ളിയുടെ ആ ഒരു മിഷൻ്റെ കറക്റ്റ് സംഭവം. ആൻഡ് ഏകദേശം അതുപോലെയാണ് സെക്കൻഡ് പാർട്ടിൻ്റെ ആ ഒരു ട്രെയിലർ പോലത്തെ സംഭവത്തിൽ കാണിക്കുന്നത്. പക്ഷേ ഇപ്പോൾ റഹ്മാൻ ഡക്കീറ്റ് കഴിഞ്ഞാൽ ഏറ്റവും അടുത്തത് ഇനി അതിൻ്റെ ഒരു കിങ് പോലെ ആകാൻ പോകുന്നത് ഉസൈർ ബലൂച്ചാണ്. ഉസൈർ ബലൂച്ചിനെ പുള്ളി എന്ത് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓൾറെഡി റഹ്മാൻ ഡക്കീറ്റിനെ കൊന്നു നമ്മുടെ ഹംസ. പക്ഷേ റഹ്മാൻ ഡക്കീറ്റിനെ കൊന്നു. ഇനി അടുത്ത് ഓൾറെഡി അപ്പം തന്നെ ഇയാളെ കൊല്ലാൻ പറ്റില്ല. കാരണം ഈ ഒരു സംശയം വരും. സോ ഉസൈർ ബലൂച്ചിന് എങ്ങനെയായിരിക്കാം പുള്ളി സെറ്റപ്പ് ചെയ്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ചിലപ്പോൾ കൊന്നുണ്ടാവും, അല്ലെങ്കിൽ പൊളിറ്റിക്സ് വഴി തിരിച്ചു വിട്ടിട്ടുണ്ടാവും. പൊളിറ്റിക്സ് നീ നോക്ക്, ഞാൻ ഈ പരിപാടികളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് അങ്ങനെ വല്ലതും കൺവിൻസ് ചെയ്തിട്ടുണ്ടാവും. പുള്ളി പിന്നെ കൺവിൻസിങ് കിങ് ആണല്ലോ. പിന്നെ നമ്മുടെ ഹംസയുടെ പാസ്റ്റ് എന്തായിരിക്കും? ഇപ്പോൾ പുള്ളിയുടെ ഒറിജിനൽ നെയിം ജസ്കരത് സിംഗ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പുള്ളി ഖലിസ്ഥാനി അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളിൽ, അതായത് ഖലിസ്ഥാനി അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. 1947 മുഹമ്മദ് അലി ജിന്ന കുറേ മുസ്ലിങ്ങളൊക്കെ ചേർന്നിട്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു നേഷൻ വേണമെന്ന് പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ ഉണ്ടാക്കി കൊടുത്തത്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തും അപ്പുറത്തും കുറേ സിഖുകാരുണ്ട്. അപ്പോൾ ഇവരെല്ലാം ചേർന്ന് കുറേ പേര്, ഒരു റാഡിക്കലായിട്ടുള്ള കുറച്ച് ആൾക്കാർ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു രാജ്യം വേണമെന്ന് പറയുന്നുണ്ട്. അതാണ് ഖലിസ്ഥാനികൾ എന്നാണ് അവരെ പറയുന്നത്. അപ്പോൾ ഖലിസ്ഥാനിയായിട്ട് കുറേ റയോട്ട്സും കാര്യങ്ങളൊക്കെ പഞ്ചാബിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽപ്പെട്ട ആരെങ്കിലൊക്കെ ആവാം പുള്ളി. പിന്നെ പുള്ളിയുടെ ഒരു പഞ്ചാബി ആക്സെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് കറക്റ്റ് ആളെ തന്നെയാണ് ഇവർ കാസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നതും. നമ്മുടെ രൺവീർ സിംഗിൻ്റെ ഒരു ഫൺ ഫാക്റ്റ് പറഞ്ഞുതരാം. രൺവീർ സിംഗിൻ്റെ ഫാമിലി ശരിക്കും ഒറിജിനലി ഫ്രം പാകിസ്ഥാനാണ്, സിന്ധിയാണ്. സിന്ധി എന്ന് പറയുന്ന ഗ്രൂപ്പ് പാകിസ്ഥാനിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ അവർ പാർട്ടീഷൻ ടൈമിൽ, അതായത് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ആ ഒരു ടൈമിൽ പുള്ളിയുടെ ഫാമിലി ഇങ്ങോട്ട് വന്നതാണ്. ആൻഡ് പുള്ളി സിംഗ് ആണ്. അപ്പോൾ ഖലിസ്ഥാനി ഇതൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കും. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ഒരാളായിരിക്കാം. ആൻഡ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഹംസയുടെ ക്യാരക്ടർ, ഹംസയല്ല ജസ്കരത് സിംഗ്, പുള്ളിയുടെ ക്യാരക്ടർ ശരിക്കും ഒരു ആർമിക്കാരനാവാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ മാധവൻ ഒരിക്കലും ഒരു ദേശഭക്തി ഇല്ലാത്ത ഒരാളെ ഇതുപോലത്തെ ഒരു കാര്യത്തിന് പറഞ്ഞു വിടില്ല. പക്ഷേ പുള്ളിയുടെ പാസ്റ്റിൽ എന്തൊക്കെയോ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. കാരണം ദുരന്തർ എന്ന് പറയുന്നത് ഇതുപോലെ ലൈഫ് ഇംപ്രിസൺമെൻറ്റിലോ അല്ലെങ്കിൽ തൂക്കുകയർ വിധിച്ചിട്ടുള്ള പ്രതികൾക്ക് ഇതുപോലെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഇതുപോലെ സ്പൈ ആയിട്ട് അയക്കുന്നതാണ്. ആൻഡ് എനിക്ക് തോന്നുന്നത് ഒരു തരി പോലും രാജ്യസ്നേഹം ഇല്ലാത്ത ഒരാളെ ഇങ്ങനെ കൊണ്ട് വിടില്ല. ആൻഡ് പുള്ളി എനിക്ക് തോന്നുന്നത് ആർമിയിലായിരിക്കാം. കാരണം ആർമി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബേസിക് സംഭവം തന്നെ രാജ്യസ്നേഹമാണ്. ഇനി സെക്കൻഡ് പാർട്ടിൽ എന്നെ ഏറ്റവും കൂടുതൽ ത്രില്ലടിപ്പിക്കുന്നത് ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ലവ് ട്രാക്കാണ്. ആ ലവ് ട്രാക്ക് എങ്ങനെ വർക്കാവുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഈ നമ്മുടെ ഹംസേനെ ഒരു ഹ്യൂമൻ ആക്കുന്നത് ആ ഒരു ലവാണ്. ആ റഹ്മാൻ ഡക്കീറ്റിനെ കൊന്നു കഴിഞ്ഞിട്ട് പുള്ളിക്കാരിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പുള്ളി ആ ഒരു ഇമോഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. പുള്ളി ഇടയ്ക്ക് എപ്പോഴൊക്കെയോ ആ പുള്ളിക്കാരിനെ ശരിക്കും റിയലായിട്ട് സ്നേഹിക്കുകയാണ്. സോ ഇതെങ്ങനെ വർക്കൗട്ട് ആവുമെന്നാണ് ഞാൻ സെക്കൻഡ് പാർട്ടിൽ ആലോചിക്കുന്നത്. ഇമോഷൻ ആൻഡ് ഇവിടെ എല്ലാവരുമായിട്ട് പുള്ളി കണക്റ്റഡായി. പുള്ളി കുറച്ചുകൂടി അങ്ങനെ കഴിയുമ്പോൾ ഇവരെല്ലാവരും ബിട്രേ ചെയ്യണം. എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യനാണ്. അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു ചെറിയ കണക്ഷൻ വന്നാൽ തന്നെ അവരൊന്ന് ചതിക്കാൻ നമുക്കൊരു ഇത് വരും. ഇങ്ങനെ എല്ലാവരെയും പുള്ളി ചതിക്കണം, എല്ലാവരെയും. ആൻഡ് ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ചാൽ
നമ്മുടെ ഈ സാറാ അർജുൻ്റെ ക്യാരക്ടറിന് മാത്രമേ ഹംസേനെ പിടിക്കാൻ പറ്റുള്ളൂ. കാരണം എപ്പോഴും നിങ്ങൾ എല്ലാ സീനും വെച്ച് നോക്കിയാൽ മനസ്സിലാവും, പുള്ളിക്കാരനെ ഉറക്കി കെടുത്തിയിട്ടാണ് പുള്ളി ആ ഒരു ഡയറി എടുത്ത് എഴുതുന്നത്. എങ്ങാനും എപ്പോഴെങ്കിലും പുള്ളിക്കാരി അത് ഡിസ്കവർ ചെയ്താൽ, ഈവൻ ഒരു സ്പൈ ആണെന്ന് ഡിസ്കവർ ചെയ്താൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? ആ ടൈമിൽ ലവ് ആയിരിക്കുമോ അല്ലെങ്കിൽ നാഷണാലിറ്റി ആയിരിക്കുമോ അവരുടെ ഏറ്റവും വലിയ സംഭവം? അവരെല്ലാവരും പാകിസ്ഥാൻകാരാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്നത് അവർക്ക് ആ ഒരു നാഷണാലിറ്റി ഉണ്ട്, ആ ഒരു നേഷനോട് സ്നേഹം ഉണ്ടാവും. എന്തായിരിക്കും അവിടെ ഇതാവാൻ പോകുന്നത്? ആൻഡ് ബൈ വേഴ്സ് ഇപ്പോൾ സാറാ അർജുൻ അറിഞ്ഞില്ലെങ്കിലും ബാക്കി എല്ലാവരും ഇത് അറിഞ്ഞുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം. ഇത്രയും നാൾ ബലൂച്ചുകളുടെ ആൾക്കാരും പിന്നെ ഉസൈർ ബലൂച്ച്, അങ്ങനെ ചൗധരി അസ്ലം, പുള്ളിക്കാരുടെ എല്ലാ ക്യാരക്ടേഴ്സും ഇത് അറിഞ്ഞെന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം. എന്തെങ്കിലും എപ്പോഴായാലും ഈ സംഭവം റിവീൽ ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് സെക്കൻഡ് പാർട്ടിൽ. അങ്ങനെ ആവാതിരിക്കട്ടെ, അറിയില്ല എങ്ങനെയായിരിക്കും എന്നറിയില്ല. പക്ഷേ അങ്ങനെ ആയാൽ എന്തായിരിക്കും ആ ഒരു റിസൾട്ട്? ഞാൻ ഒരു എക്സ്പെക്റ്റ് ചെയ്തൊക്കെയാണ് എന്തായിരിക്കും. പിന്നെ ഇനി എന്തായാലും നടക്കാൻ പോകുന്നൊരു കാര്യം ഞാൻ പറയാം. ലിയാരി ഗ്യാങ് വാർ എന്ന് പറയുന്നത് ഭയങ്കര പ്രശസ്തമായിട്ടുള്ളൊരു സംഭവമാണ്. ലിയാരി ടൗണിന് വേണ്ടി, അവിടുത്തെ ആ ഒരു അണ്ടർവേൾഡിന് വേണ്ടി എല്ലാവരും കൂടെ ഇപ്പോൾ ഈ ഗ്യാങ്സും കാര്യങ്ങളൊക്കെ തമ്മിൽ അടിച്ച്, അതായത് ആ ടൈമിലൊക്കെ പുറത്തിറങ്ങാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞാൽ ബോംബ്, വെടിവെപ്പ്, അങ്ങനെ ചുറ്റും സംഭവങ്ങളായിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മുടെ ദുരന്തർ ട്രെയിലറിലും ഈ സെക്കൻഡ് പാർട്ടിലേക്ക് ആയിട്ടുള്ള ഒരു ട്രെയിലറിലും കാണിക്കുന്നുണ്ട്, പുള്ളി ഭയങ്കര രീതിയിൽ മറ്റേ സ്മോക്ക് ചെയ്തിട്ട് വെടിവെക്കുന്നു, അങ്ങനെ ഒരു ടൗണിൽ കൂടെ ഇറങ്ങി നടന്ന് ബോംബ് എറിയുന്നു, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നത് ഇതുപോലത്തെ ലിയാറി ഗ്യാങ് വാർ ആയിരിക്കാം. അത് സിനിമയിൽ വരുന്നത് വേറൊരു ടൈപ്പിലായിരിക്കും. നമ്മുടെ റഹ്മാൻ ടക്കേറ്റ്, ഒറിജിനൽ റഹ്മാൻ ടക്കേറ്റൊക്കെ മരിച്ചത് ഈ ഒരു ടൈമിലാണ്. ചൗധരി അസ്ലമാണ് പുള്ളിക്കാരനെ കൊന്നതും. പിന്നെ ഉള്ളൊരു സംഭവം എന്താ വെച്ചാൽ ബഡാ സാബ്. ഇതിലൊരു ബഡേ സാബ് ഉണ്ട്. അതും ബഡാ സാബിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മളീ കാണുന്ന എല്ലാവരും ഇപ്പോൾ ചൗധരി അസ്ലമും റഹ്മാൻ ടക്കേറ്റും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ ഇവർ രണ്ടുപേരും ബഡാ സാബിൻ്റെ അണ്ടറിലുള്ള ആൾക്കാരാണ്. അതാണ് എനിക്ക് ഒരു ഭയങ്കര ഈ സംഭവമായിട്ട് തോന്നിയത്. കാരണം ഈ കാണുന്ന എല്ലാവരും ബഡാ സാബ് എന്ന് പറഞ്ഞാൽ ആളുടെ അണ്ടറിലുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്ത് പറഞ്ഞാലും ബഡാ സാബാണ്. ബഡാ സാബ് ആരായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ദാവൂദ് ഇബ്രാഹിം ആയിരിക്കാം. നമ്മുടെ ദാവൂദ് ഇബ്രാഹിം ഇപ്പോൾ കറൻ്റ്ലി പാകിസ്ഥാനിലുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് പാകിസ്ഥാൻ അണ്ടർവേൾഡിൻ്റെ ബാപ്പ് ചിലപ്പോൾ അയാളായിരിക്കാം. പറയാൻ പറ്റില്ല, ചിലപ്പോൾ പടത്തിൽ എങ്ങനെയായിരിക്കാം കാണിക്കുന്നത്, ഇപ്പോൾ ഒറിജിനൽ എന്താണെന്നറിയില്ല. അല്ലെങ്കിൽ മസൂദ് അസർ ആയിരിക്കാം ബഡാ സാബ് എന്ന് പറയുന്നത്. മസൂദ് അസർ ആരാന്നറിയാത്ത ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ വലിയൊരു ടെററിസ്റ്റാണ്. നമ്മുടെ 2016 പത്താംകോട്ട് അറ്റാക്ക്, 2019 പുൽവാമ അറ്റാക്ക്, 2001 പാർലമെൻറ്റ് അറ്റാക്ക്, 1999 കാണ്ഡഹാർ ഹൈജാക്ക്, ഇതിൽ പലതും നമ്മുടെ പടത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ മെയിൻ മാസ്റ്റർ മൈൻഡ് ഇയാളാണ്, മസൂദ് അസർ. ആൻഡ് നമുക്കൊരു ദുഃഖവാർത്ത കൂടി എന്താണെന്ന് വെച്ചാൽ ഈ പന്നിയുടെ മോൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവിടുത്തെ ആ ഒരു ടെററിസ്റ്റിൻ്റെ ഒക്കെ ഒരു മെയിൻ സംഭവം പുള്ളിയാണെന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഇയാളുടെ ആ ഒരു ക്യാരക്ടറായിട്ട് വന്നിട്ടായിരിക്കാം ആ ബഡാ സാബ് ആവുന്നത്. പടത്തിൽ എന്തൊക്കെ പറഞ്ഞാലും ഒരിക്കലും പാകിസ്ഥാൻ്റെ ഒരു സാധാരണ സിറ്റിസനെ ഭയങ്കര മോശക്കാരനായിട്ട് അങ്ങനെ ഒന്നും കാണിച്ചിട്ടേ ഇല്ല. കാണിക്കുന്നത് മൊത്തം ഇതുപോലത്തെ അണ്ടർവേൾഡിലെ ആൾക്കാരാണ്. അണ്ടർവേൾഡിലെ ആൾക്കാർ നല്ല പുണ്യാളന്മാരൊന്നല്ല, അതുകൊണ്ടാണ് അവർ അണ്ടർവേൾഡിൽ നിൽക്കുന്നത്. പിന്നെ നമ്മളീ പറയുന്ന പോലെ നമ്മുടെ ISISഉം നമ്മുടെ ഫേക്ക് കറൻസി ആയിട്ടുള്ള സംഭവം അത് പരസ്യമായിട്ടുള്ള ഒരു രഹസ്യം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഈ ക്രൈംസ് ആൻഡ് അണ്ടർവേൾഡ് അങ്ങനെ പല രീതിയിലും നല്ല രീതിയിൽ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ശരിക്കും അതുള്ളൊരു കാര്യമാണ്. നേപ്പാളും നമ്മളായിട്ടുള്ള ഒരു മ്യൂച്വൽ ബോണ്ട് കാരണം അവിടെ ഒന്നും അങ്ങനെ പ്രോപ്പറായിട്ട് ചെക്കിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ചുമ്മാ അവർ നമ്മുടെ ഫേക്ക് കറൻസീസും കാര്യങ്ങളൊക്കെ ആ വഴിയാണ് വരുന്നത്. ആൻഡ് ISIയും ആയിക്കോട്ടെ ടെററിസ്റ്റും ആയിക്കോട്ടെ ദുബായ് കോൺടാക്ട്സ്, ഖത്തർ കോൺടാക്ട്സ്, അങ്ങനെ കുറേ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിൽ അവർക്ക് കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഭയങ്കര നാച്ചുറലായിട്ടാണ് ആ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ആൻഡ് ഏകദേശം ഈ സംഭവങ്ങളൊക്കെ ശരി തന്നെയാണ്. എനിക്ക് ഏറ്റവും ഈ പടത്തിൽ ഇഷ്ടപ്പെട്ട സംഭവം ആ റിയൽ ടൈം. ഇപ്പോൾ നമ്മുടെ രൺവീർ സിംഗിൻ്റെ ആ ഒരു ക്യാരക്ടർ ഹംസ അലി മസാരി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ അവിടെ ചെന്നിട്ട് 1-2 കൊല്ലത്തിന് കഴിഞ്ഞിട്ടാണ് ഒരു ഗ്യാങ്ങിൽ കയറാൻ പറ്റുന്നത്. പിന്നെ ഒരു 5-6 കൊല്ലം കഴിഞ്ഞിട്ടാണ് അവർ ആ ഗ്യാങ്ങിൽ എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റുന്നത്. പിന്നെ പതുക്കെ അതായത് ഒരു ലോങ് ടൈം പ്ലാനായിട്ടാണ് ഇവർ ആലോചിച്ചിരിക്കുന്നത്. ശരിക്കും സ്പൈസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മുടെ ഇപ്പോൾ കറൻ്റ് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും നമ്മുടെ ഒരു പ്രശ്നം പിടിക്കുന്ന നമ്മുടെ ഈ ശത്രു രാജ്യങ്ങളിൽ പലരും നമ്മുടെ ഇന്ത്യക്കാരുണ്ടാവും സ്പൈസായിട്ട്. പിന്നെ സ്പൈകളുടെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരെ പിടിച്ചാൽ ഇന്ത്യക്ക് ഇത് നമ്മുടെ ആളാണെന്ന് പറയാനേ പറ്റില്ല. ആദ്യത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർ സ്പൈ ആയിട്ട് സെലക്ട് ചെയ്യുമ്പോൾ ചെയ്യുന്ന ആദ്യത്തെ സംഭവം ഇങ്ങനൊരാൾ ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ള ആ ഒരു തെളിവേ ഇല്ലാണ്ടാക്കും, എല്ലാം ഇല്ലാണ്ടാക്കും. അതാണ് ശരിക്കും
ഭയങ്കര റിസ്കി ബിസിനസ്സാണ്. പക്ഷേ ഇവർ റിട്ടയർമെൻ്റ് ആയിട്ട് വന്നാൽ തന്നെ ഇവർക്കൊരു സാധാരണ റിട്ടയർമെൻറ്റ് ശമ്പളം അങ്ങനത്തെ സംഭവങ്ങളെ കിട്ടുള്ളൂ. പലരും തീർന്നു പോകും ആ ഒരു മിഷൻ്റെ ഇടയിൽ. പക്ഷെ അതിനു വേണ്ടി തന്നെയാണ് അവർ പോകുന്നത്. അത്രയും വലിയൊരു സാക്രിഫൈസാണ്. അവരങ്ങനെ സാക്രിഫൈസൊക്കെ ചെയ്യണോണ്ട് ഞാൻ നിങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. നമ്മുടെ YRF മറ്റന്നാൾ പോയിട്ട് പിറ്റേ ദിവസം ചായക്ക് തിരിച്ചു തരുന്ന പോലെയല്ല മിഷനും കാര്യങ്ങളൊക്കെ. ശരിക്കും ഒരു 10, 20, 30 കൊല്ലമൊക്കെ എടുക്കും. നമ്മുടെ ആ ഒരു മൂത്ത സ്പൈ എന്നാണ് ഞാൻ വിളിക്കുന്നത്, ആ ഒരു വയസ്സായിട്ടുള്ള ആ ഒരു സ്പൈ നമ്മുടെ ഹംസേനോട് പറയുന്നുണ്ട് പുള്ളി 6 കൊല്ലം എങ്ങാണ്ട് എടുത്തിട്ടാണ് കണക്ഷൻ ഉണ്ടാക്കിയെടുത്തതെന്ന്. ഇനി ഇതിൽ നമ്മുടെ ബലൂചിസ്ഥാൻ്റെ ആ ഒരു സ്ട്രഗിളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ബലൂചിസ്ഥാൻ എന്താണെന്ന് അറിയാത്തവർക്ക് വളരെ ചെറിയ രീതിയിലൊന്ന് പറഞ്ഞുതരാം. സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ബലോച്ചുകളുടെ ഒരു ഐഡൻറ്റിറ്റി വേറെയാണ്. അവർക്ക് വേറൊരു രാജ്യം ഉണ്ടായിരുന്നു ഓൾറെഡി. പക്ഷേ നമ്മുടെ ഇന്ത്യ, പാകിസ്ഥാൻ ആ ഒരു ഇത് വന്നപ്പോൾ ഈ കൺട്രി റഷ്യയോടൊപ്പം പോയ പ്രശ്നമാണ്. അപ്പോൾ നമ്മുടെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, തന്തയില്ലായ്മ കാണിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയൊരു ട്രിക്ക് പ്രയോഗിച്ചു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവരോട് പാകിസ്ഥാൻ്റെ ഒപ്പം തൽക്കാലം നമുക്ക് സെറ്റാക്കി തരാം, എല്ലാം ഒരു ഇൻഡിപെൻഡൻറ്റ് നേഷനാക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇല്ലാത്ത ആ ഒരു വിഭജനം വന്നപ്പോൾ ഒരു പാകിസ്ഥാൻ്റെ ഒപ്പം നിന്നു. പക്ഷേ പാകിസ്ഥാൻ്റെ ഒപ്പം നിന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ പുള്ളീനെ അങ്ങോട്ട് ജിന്നെ പറ്റിച്ചിട്ട് ഇവർ പാകിസ്ഥാൻ്റെ ഇതൊക്കെ ആക്കി. ശരിക്കും പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ സിന്ധി, ബലോച്ച്, പഷ്തൂൺ ഇങ്ങനെ 3 ആൾക്കാരുടെ ഒരു മെയിൻ സംഭവങ്ങളാണ്. പക്ഷേ ഇവർ 3 പേരെയും പാകിസ്ഥാൻകാരാക്കി. ശരിക്കും പഞ്ചാബുകാരാണെന്ന് തോന്നുന്നു റിയൽ പാകിസ്ഥാൻ അവർ പറയുന്നത്. അവിടെ ഒരു പഞ്ചാബ് റീജിയൻ ഉണ്ട്. ശരിക്കും ഇവരെല്ലാവരെയും നാളെ തൊട്ട് നമ്മുടെ അടുത്ത് പറയാണ്, നമ്മൾ വേറൊരാൾ വന്നിട്ട് പറയാണ് നമ്മൾ മലയാളമല്ല, ഇനി നിങ്ങൾ ഹിന്ദി സംസാരിച്ചോളണം, ഹിന്ദിക്കാരാണ് നിങ്ങളെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പ്രാധാന്യമില്ല. അത് തന്നെയാണ് ഇവിടുത്തെ കേസ്. അപ്പോൾ അന്ന് തൊട്ട് അവർക്ക് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന വേറൊരു റീജിയൻ വേണമെന്ന് തന്നെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ അവിടുത്തെ ലീഡേഴ്സിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ലീഡേഴ്സിൻ്റെ പോലെയല്ല. നമ്മുടെ പല ലീഡേഴ്സും പോയി അടിക്കണമെന്നും പറഞ്ഞിട്ട് ബാക്കിൽ പോയി നിൽക്കും. പക്ഷെ അവരുടെ ആ ഒരു ഗുണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരുടെ പല ലീഡേഴ്സും സാധാരണ ആൾക്കാരായിരുന്നു. പിന്നെ അവർക്ക് ആർക്കൊക്കെ പണി കിട്ടിയോ ആദ്യം കിട്ടുന്നത് ലീഡേഴ്സിനാണ്. കാരണം അവരെ ഏറ്റവും മുമ്പിലായിരിക്കും. അവരുടെ ഫാമിലി എല്ലാവരെയും കൊണ്ട് അവരുടെ ഏറ്റവും ഫ്രണ്ടിൽ നിന്നിട്ടാണ് അവർ ആ ഒരു ഗറില്ല വാർഫെയറും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. പക്ഷേ അവരെങ്ങനെ ചതിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോഴും അവർക്ക് ആ ഒരു ഫ്രീഡമോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ല. ആൻഡ് നമ്മുടെ ഈ പടത്തിൽ തന്നെ കാണിക്കുന്നുണ്ട് ISI വന്നിട്ട് ബലോചിസ്ഥാനിലെ ആ ഒരു ബലോച്ചുകളൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന അവിടെ ഒരു നഴ്സറിയിലോ അങ്ങനത്തെ ഒരു സ്കൂളിൽ അവർ വിഷം കലക്കി ഭക്ഷണത്തിലോ വെള്ളത്തിലോ എങ്ങാണ്ട് വിഷം കലക്കി 10-30 കുട്ടികളാണ് മരിച്ചുപോയത്. അതൊക്കെ റിയലായിട്ട് നടക്കുന്ന സംഭവമാണ്. പാകിസ്ഥാൻ്റെ ഉള്ളിൽ തന്നെ അവർക്കെതിരെ തന്നെ ചെയ്യുന്ന കുറേ പരിപാടികൾ. പിന്നെ ഈ 26/11 സ്പോൺസർ ചെയ്തു എന്ന് പറയുന്ന 2 പേരുണ്ട്. ഖനാനി ബ്രദേഴ്സ് ഓർമ്മയുണ്ടോ? മറ്റേ ഒരു അത്യാവശ്യം ഇത്തിരി വണ്ണത്തിൽ കണ്ണടയൊക്കെ വെച്ചിട്ട് ഒരു ക്യാരക്ടർ. അവരും റിയൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അവരും ഇതുപോലെ നമ്മുടെ ഫേക്ക് കറൻസിയുടെ ഒക്കെ ബാക്കിൽ നമ്മുടെ കള്ളനോട്ട് സംഭവങ്ങൾ, നമ്മുടെ ഇന്ത്യയിലത്തെ കള്ളനോട്ടിൻ്റെ ഒക്കെ പിറകിൽ അവരാണെന്നാണ് പറയുന്നത്. പിന്നെ ചൗധരി അസ്ലം, നമ്മുടെ സഞ്ജയ് ദത്ത് ചെയ്ത SP ചൗധരി അസ്ലം എന്ന് പറയുന്ന ആൾ ഒറിജിനൽ ആയിട്ടുള്ള ആളാണ്. SP ചൗധരി അസ്ലം ഖാൻ എന്നാണ് പുള്ളിയുടെ പേര്. അസ്ലം ഖാൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം, അങ്ങനെയും വിളിക്കുന്നുണ്ട്. പുള്ളി ഇതുപോലെ തന്നെ നമ്മുടെ റഹ്മാൻ്റെ കീഴിനൊക്കെ തീർത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ 2014 പുള്ളീനെ എല്ലാവരും കൂടെ ചേർന്ന് കൊന്നളഞ്ഞു. ഇനി അർജുൻ റാംപാൽ ചെയ്ത മേജർ ഇക്ബാൽ എന്ന് പറയുന്ന ക്യാരക്ടർ ശരിക്കും ഇല്യാസ് കശ്മീരി എന്ന് പറയുന്ന ഇതുപോലത്തെ ഒറിജിനൽ ആളുടെ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. പുള്ളിയുടെ ആ ഒരു ലുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഏകദേശം സിമിലർ ആണ്. പുള്ളീനെ US ഡ്രോൺ ആക്രമണത്തിൽ അങ്ങോട്ട് തീർത്ത് കളഞ്ഞതാണ്. പിന്നെ ഉസൈർ ബലൂച്ചും ഒറിജിനൽ ആളാണ്. ഉസൈർ ബലൂച്ച് തന്നെയാണ് പേര്. പുള്ളി ഇതുപോലെ തന്നെ ഒരു ക്രൈം ലോഡായിരുന്നു, റഹ്മാൻ ടക്കീഡിൻ്റെ റൈറ്റ് ഹാൻഡ് അങ്ങനത്തെ രീതിയിലത്തൊക്കെ ആയിരുന്നു. പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ പുള്ളി ഇതുപോലെ ജയിലിൽ പുള്ളിനെ അറസ്റ്റ് ചെയ്തു. പുള്ളി അറസ്റ്റ് ചെയ്യും, ജയിലാടും, അറസ്റ്റ് ചെയ്യും, ജയിൽ. ഇത് തന്നെയാണ് പുള്ളിയുടെ പരിപാടി. പക്ഷേ 2020 ലാസ്റ്റായിട്ട് പിടിച്ചു. അപ്പോൾ 12 വർഷം അവിടുത്തെ കറാച്ചി ജയിലിലെങ്ങാണ്ട് കിടക്കുകയാണ് പുള്ളി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ദുരന്തർ ശരിക്കും ഒരു കിണ്ണം കാഴ്ചപ്പാടമാണ്. ഞാൻ 2 പ്രാവശ്യം കണ്ടു. ഇനിയും ഞാൻ പോയി കാണും. ഇനിയും പൈസ ഉണ്ടെങ്കിൽ, ഇനിയും പൈസ കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണും. എന്തായാലും അത്രയും കിടിലം പടമാണ്. ദുരന്തർ 2 വേണ്ടി അത്രയും കട്ട വെയിറ്റിംഗ് ആണ്.